ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തിരുസഭയിൽ അനുസ്മരിക്കുന്ന വിശുദ്ധ അഞ്ചല മെരീച്ചി 10 വയസ്സായപ്പോൾ തൻ്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ആ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ. അമ്മാവൻ്റെ പരിചരണത്തിലായിരുന്നു. അതിനുശേഷം അമ്മാവന് മരിച്ചപ്പോൾ സ്വഭവനത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിനോടകം ഇവരുടെ സഹോദരി കൂദാശകൾ സ്വീകരിക്കാതെ മരിച്ചത് ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു ഈ വിശുദ്ധിക്ക്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, ഉപവാസം എന്നിവയിലൂടെ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നിലകൊണ്ടു. ഇവൾക്ക് തന്നെ ഒരു സ്വപ്നമുണ്ടായി, ഒരു സന്ദേശം ലഭിച്ചു, സഹോദരിയുടെ ആത്മാവ് സ്വർഗത്തിലെത്തിയത്. ഇതിനുശേഷം മറ്റ് ഈ യുവജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി തൻ്റെ ഭവനം പോലും മാറ്റിവെച്ച് അതിനായിട്ട് യത്നിച്ച, വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് അഞ്ചല മെരീച്ചി. അതിനുശേഷം ഇവർ ചെയ്യുന്ന ആതുര സേവനങ്ങൾ, ശുശ്രൂഷകൾ കണ്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനായിട്ട്, സഭ ആരംഭിക്കാനായിട്ട് മറ്റുള്ളവരെ ക്ഷണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത്, എന്നാൽ വിശുദ്ധിയായിട്ട് ജീവിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹയായി തീർന്ന ഒരു വ്യക്തിയാണ് അഞ്ചല മെരീച്ചി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നമുക്ക് വിശ്വസ്തരായിട്ട് ജീവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് ചെയ്യാവുന്നത്ര നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുകയുണ്ടായി ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. നാഥാൻ അവന്റെ പക്കലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം, സ്വന്തം ജീവിതം നേരെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ നേരെയാക്കാനുള്ള ഒരു പ്രവണത, അത് ചിലപ്പോൾ പലരിലും തെളിഞ്ഞു കാണുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതം നേരെയാക്കി ഞാൻ കർത്താവിൻ്റെ കണ്ണുകളിൽ കുറ്റമറ്റ വ്യക്തിയാവുക എന്നതിനേക്കാളും, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മറ്റുള്ളവരെയെല്ലാം കുറ്റപ്പെടുത്തി അവരെയെല്ലാം നേരെയാക്കണം എന്നുള്ള ഒരു പരിശ്രമം നമ്മൾ കണ്ടു. നാഥാൻ വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. ഒരുവന് ആകപ്പാടെ ഒരാടെ ഉണ്ടായിരുന്നു, വേറൊരുവന് ഇഷ്ടംപോലെ ആടുകൾ ഉണ്ടായിരുന്നു. ആ ധനികന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ സ്വന്തം തൊഴുത്തിൽ നിന്ന് ഒരാടിനെ കൊന്ന് അവന് സദ്യ ഒരുക്കുന്നതിന് പകരം ഈ ഒറ്റ ആടുണ്ടായിരുന്നവന്റെ ആടിനെ കൊണ്ടുപോയി അതിനെ കൊന്ന് സദ്യ ഒരുക്കി. ഇത് കേട്ടത് കോപാകുലനായിട്ട് ദാവീദ് ചോദിച്ചു, ഈ പ്രവൃത്തി ചെയ്തവൻ അവൻ മരിക്കണം, അവൻ അതിന് പരിഹാരം ചെയ്യണം. ഉടനെ നാഥാൻ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്, അത് നീ തന്നെയാണ്. കാരണം നിനക്ക് ഇത്രയും ഭാര്യമാരുണ്ടായിരുന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഉറിയായുടെ ഭാര്യയെ പ്രാപിച്ചത്? ഇനി ഇത് കേട്ടത് ദാവീദിന് കാര്യം മനസ്സിലായി. അവന്റെ തെറ്റ് അവൻ അംഗീകരിച്ചു. അതുകൊണ്ട് അവൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. ശരിക്കും അത് ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പല കുമ്പസാരം നടത്തിയാലും ഒരു കുമ്പസാരത്തിൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മനോഭാവത്തിൽ കുമ്പസാരം നടത്തണമെന്നില്ല. പക്ഷെ ഇത് ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യം. അതുകൊണ്ട് തന്നെ നാഥാൻ പ്രവാചകൻ ആ നിമിഷം തന്നെ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കുമ്പസാരം നല്ലതാണെങ്കിൽ, അനുതാപത്തോടെയുള്ള കുമ്പസാരമാണെങ്കിൽ ആ സമയം തന്നെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു, മറക്കപ്പെടുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിലകൊണ്ട ദാവീദ്. പക്ഷെ അതിന്റെ ഫലമായിട്ട് കാര്യം, അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എങ്കിലും അവൻ അതിന് ഒരുപാട് പരിഹാരം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് നാഥാൻ പറഞ്ഞത്, ഒരു വാള് നിന്റെ ഭവനത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ ഉണ്ടാകും. അവൻ ചെയ്തത് വ്യഭിചാരം. ഇനി അതുകൊണ്ട് തന്നെ നാഥാൻ പറഞ്ഞൊരു കാര്യം, നീ ഇത് രഹസ്യമായിട്ട് ചെയ്തു, പക്ഷെ പട്ടാപ്പകല് നിന്റെ മക്കള് നിന്റെ ഭാര്യമാരെ പ്രാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നാം ചെയ്യുന്ന പാപത്തിന് അതേ നാണയത്തിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്ന് ഉപാധിയ 1:15 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും
നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അത് അനുഗ്രഹമായിട്ട് എൻ്റെ തലയിൽ വന്ന് വീഴണം, അനുഗ്രഹമായിട്ട് എൻ്റെ കുടുംബത്തിൽ വന്ന് വീഴണം. അതല്ലാതെ ഒരു ശിക്ഷയായിട്ടല്ല അത് വരേണ്ടത്. അതിന് പാപം ചെയ്യാതെ പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നാഥാൻ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകനായി ജീവിച്ചുകൊണ്ട് അവനാരെയും പേടിക്കേണ്ട കാര്യമില്ല. രാജാവിന്റെ മുമ്പിൽ നിന്നാണ് ഈ തെറ്റ് ചെയ്തവൻ നീ തന്നെയാണ് എന്ന് സധൈര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന് ഭയമൊന്നുമില്ല. ക്രിസ്ത്യാനികളായി നമ്മൾ ഒരിക്കലും ഭയത്തിൽ ജീവിക്കേണ്ടവരല്ല. മനുഷ്യരെ ഭയപ്പെട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവഭയത്തിൽ ജീവിക്കുന്നത് വളരെ നല്ലതാണ്. സുഭാഷിതങ്ങൾ 29:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, പക്ഷേ ദൈവഭയം ഒരു അനുഗ്രഹമാണ്. ദൈവഭയമുള്ളവര് മനുഷ്യരെ ആരെയും പേടിച്ച് സാഹചര്യങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരില്ല. ഇതാണ് പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. കാണാൻ സാധിക്കും, ഈ നാഥാൻ പ്രവാചകൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു കാര്യം ഇതാണ്, എനിക്കെന്തും സംഭവിക്കട്ടെ, പക്ഷേ സത്യവും നീതിയും അത് സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി നിലകൊണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും എന്നുള്ള ആ കാഴ്ചപ്പാട് ജീവിച്ച ഒരു വ്യക്തിയാണ് നാഥാൻ പ്രവാചകൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രകാരം പെരുമാറുവാൻ, രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പോലും രാജാവിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത്. ഈ ധൈര്യമാണ് ക്രിസ്ത്യാനികളായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരെ ഭയപ്പെടുന്നതിനേക്കാൾ, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നതിനേക്കാൾ ദൈവഭയത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. സത്യവും നീതിയും നിറവേറ്റി ജീവിക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, വലിയ ജനക്കൂട്ടത്തെ വിട്ടിട്ടാണ് യേശു പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാം. ജനക്കൂട്ടം അവന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്നു. ഇന്നിപ്പോ ഒരു ജനക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന പാട് ഇവിടെ നമ്മൾ കാണുകയാണ്. ജനക്കൂട്ടം അവന്റെ ചുറ്റും നിന്നപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. ജനക്കൂട്ടമല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് പെരുമാറണം. എൻ്റെ പ്രശസ്തിയല്ല എനിക്ക് പ്രധാനപ്പെട്ടത്, ദൈവേഷ്ടം നിറവേറ്റണം. അതുകൊണ്ടാണ് ജനക്കൂട്ടത്തെ വിട്ട് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞത്. അവന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കടലിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. ഇനി അതിന്റെ ഫലമായിട്ട് വെള്ളം വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. ശിഷ്യന്മാർക്ക് മനസ്സിലായി ഞങ്ങള് നശിക്കാൻ പോവുകയാണ്. അവർ ചെന്ന് യേശുവിനെ വിളിച്ചുണർത്തുന്നത് കാണാൻ പറ്റും. നമ്മൾ കണ്ടോ, ഉണർന്ന യേശു ചെയ്ത ഒരു കാര്യം, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. സാധാരണ നമ്മൾ ജീവനുള്ളതിനെ ശാസിക്കാറുള്ളത്, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടൽക്ഷോഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അശുദ്ധാരൂപിയെ, അശുദ്ധാരൂപിക്ക് ജീവനുണ്ട്, അശുദ്ധാരൂപിയെ ശാസിച്ചു. അതുകൊണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരുപക്ഷെ അശുദ്ധാരൂപിയുടെ പ്രവർത്തനം ഉണ്ടാകാം. രോഗത്തിന്റെ പിന്നിലായിരിക്കാം, തടസ്സങ്ങളുടെ പിന്നിലായിരിക്കാം, അതുപോലെ മറ്റു പ്രശ്നങ്ങളുടെ പിന്നിൽ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാം. അത് അംഗീകരിക്കാൻ സാധിക്കുന്നവർക്ക് ആ ഒരു തിന്മയുടെ സ്വാധീന വലയത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കും. കാരണം യേശു സാത്താനെ പരാജയപ്പെടുത്തിയവനാണ്. അവന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവർക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. യാക്കോബ് 4-7-8 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ്, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ കാര്യത്തിലൂടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.